നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് 3 പടങ്ങൾ മലയാളത്തിൽ റിലീസായിട്ടുണ്ട്. ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസ്. അപ്പോൾ എന്തായാലും ഇതിൽ ബസൂക്കയെ കുറിച്ചിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ആയിട്ടുള്ള അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട്. ആ റിവ്യൂ കണ്ടിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം ഗൈസ്. എന്തായാലും ഞാൻ സിനിമ കണ്ടില്ല, പുള്ളി കണ്ടു, പുള്ളി എൻ്റെ വീഡിയോ ഇട്ടു. നമുക്കത് കാണാം, കണ്ടിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാം ഗൈസ്. കമോൺ. പുറംതിരിഞ്ഞൊക്കെ വന്നിരിക്കുന്നത്. ഇത് മറ്റേ ബസൂക്കയിലെ ചെറിയ ലുക്ക് ഉണ്ട് കേട്ടോ. ആ കണ്ണാടിയൊക്കെ ചെറിയ കണ്ണാടിയും സംഭവങ്ങളൊക്കെ. 16:32 ബസൂക്ക മെഗാസ്റ്റർ മമ്മൂക്കയുടെ ബസൂക്ക. റൈറ്റർ ഡയറക്ടർ ഡീനോ ഡെന്നീസ്. കലൂർ ഡെന്നീസിന്റെ മകനാണ്. മമ്മൂക്ക ആദ്യമായി അവസരം കൊടുത്തതാണ്. ബട്ട് സ്റ്റിൽ ഈസ് എൻ പോക്കറ്റ്. കലൂർ ഡെന്നീസിന്റെ മോനാണല്ലോ. അദ്ദേഹത്തെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്ന സമയത്ത് മമ്മൂക്ക നിർബന്ധിച്ച് സംവിധാനം ചെയ്യിപ്പിച്ചതാണ്. മികച്ച ഒരു തീരുമാനം. ഇതിനു മുൻപ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ഇതുപോലെ ഒന്ന് പണിയത്. നിമിഷ് റവി. എഡിറ്റേഴ്സ് 2 പേരുണ്ട്. നിഷാദ് യൂസഫ്, ഈസ് നോമോ, പ്രവീൺ പ്രഭാകർ. വളരെ പൂവർ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ. വെരി പൂവർ. പല സീൻസും പ്ലാച്ചടിച്ച് വെച്ചേക്കുക. അതുകൂടാതെ ഇതിന്റെ ഗ്രാഫിക്സ് എന്തൊരു ഉറപ്പിക്കൽ ഗ്രാഫിക്സ് ആണ് ചെയ്ത് വെച്ചേക്കുന്നത്. നിരന്തരം ഇത് ഗെയിമിങ്ങും പരിപാടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിരന്തരം ഇങ്ങനെ ഒരുമാതിരി തലവേദന എടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിനൊത്ത അരോചക ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഇദ്ദേഹത്തെ സുശീൽ ശ്യാമിന് പഠിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ സൈഡ് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ നായകൻ നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടർ ഗൗതം വാസുദേവ മേനോനാണ്. ബെഞ്ചമിൻ ജോഷ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ. അദ്ദേഹമാണ് ഈ സിനിമയിൽ ഉടനീളം മുഴുവനുള്ള സ്ക്രീൻ ടൈം ഫുൾ അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മമ്മൂക്ക ശരിക്കും ഒരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത്. ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം. അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക എന്ന്. ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക. ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞാൽ തന്നെ സാധനം മനസ്സിലാവാറില്ല. ഇതിൽ വേറെ എന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഏതാ ഭാഷ എന്ന് പോലും മനസ്സിലല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം ഈ GVM എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഫോർഡ് എൻഡവർ, സ്വന്തമായിട്ട് ഫോർഡ് എൻഡവർ പോലീസ് വണ്ടിയൊക്കെയുള്ള ഒരാളാണ്. കൂടെ ബാമാരും പോലീസുകാരായതുകൊണ്ട് ആറ്റിറ്റ്യൂഡോ ഫുള്ള് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് ആറ്റിറ്റ്യൂഡ് ഇടുക. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പുള്ളിക്ക് തീരെ വയ്യ. പിന്നെ ഒരു മീശക്കാരൻ. ഇങ്ങനെ കുറെ അവാർഡ് സിദ്ധാർത്ഥ് ഭരതന്. ഒരു ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കാണിക്കുമോ. എന്താ ഒരു കണക്ഷനും കിട്ടുന്നില്ല. സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും എന്തൊക്കെയോ അവർ കാണിച്ചത് മനസ്സിലായിട്ടില്ല. വാലക്കിനെ പോലെ ഒരു സ്ത്രീയെ കാണിക്കേണ്ട തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ വേഷമൊക്കെ ഇട്ടിട്ട് അവര് ടറായിരുന്നു, കിട്ടുമായിരുന്നു. പിന്നെ ദിവ്യ പിള്ളയുണ്ട്, GVMന്റെ വൈഫായിട്ട് ചുണ്ടുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വസിഷ്ഠ ഉമേഷ്, മിന്നൽ മുരളിയിലെ പയ്യൻ. ആ പയ്യനും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അവൻ ഇങ്ങനെ ഗെയിമൊക്കെ ഗെയിമറാണ്. അങ്ങനെയുള്ള സെറ്റപ്പ്. പിന്നെ ഇതിന്റെ ഡയലോഗ് ഡെലിവറി പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ വണ്ടി വരുമ്പോൾ പോലീസുകാരൻ പുറത്തുനിന്ന് പറയാ നിർത്ത് ഇയാളെന്തിനെ സ്വയം പറഞ്ഞ കൈ കാണിച്ചാൽ പോരെ. അതൊക്കെ പണ്ടത്തെ സിനിമയിൽ എങ്ങനെ അതേ ഫോർമാറ്റിൽ ഇങ്ങനെ ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ ഡബിങ് ഒക്കെ വളരെ മോശം. ഇങ്ങനെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉള്ള ഏതോ പാരലൽ വേൾഡ് നടക്കുന്ന പോലത്തെ എന്തൊക്കെയോ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സില്ലേ, ഈ ബസ്സിലാണേ ബസ് സെറ്റിട്ടാന്ന് തോന്നുന്നു. ബസ്സിന്റെ സീറ്റിങ്ങിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലായി സെറ്റിട്ട ബസ്സാണ്. എന്നിട്ട് ഈ ബസ്സിൽ മൊത്തം വെറുപ്പിക്കൽ ടീം. ഇത് ഏത് ലോകത്തെ ബസ്സാ? ഒരു ബസ്സിൽ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് കൊണ്ട് വെറുപ്പിക്കും. ജോമോൻ ചോദ്യരൊക്കെ എന്തൊരു വെറുപ്പിക്കല്. കയ്യിൽ നിട്ടതാണോ എഴുതി കൊടുത്താണോ അറിയില്ല. കൗണ്ടർ അടിക്കുക. പബ്ജിക്ക് പാർലേജി എന്ന് പറയാ. വേറെ എന്തൊക്കെയോ പറയുന്നു ജോമോൻ ചോദർ. അയ്യോ മറ്റേ മീനാക്ഷി വന്നിട്ട് എന്ന് പറയുക. അയ്യോ എന്തൊരു ഗ്ലാമറാണ്. ഇക്കയുടെ എൻട്രി വന്നപ്പോ പറയാം അയ്യോ എത്ര കാലമായി ഇത് പറയുന്നത്. എന്തൊരു ഗ്ലാമറമായി എടുക്കുന്നില്ലേ. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം മമ്മൂട്ടിയുടെ ഗ്ലാമർ പറഞ്ഞ് ഇൻ്റർവ്യൂവിലും പറഞ്ഞ് സിനിമയിലും പറഞ്ഞ് എല്ലാത്തിലും പറഞ്ഞ് ഇപ്പം പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 80 വയസ്സിലും പറയും. സത്യം പറയാം, പുള്ളിയെ കണ്ടാൽ നല്ല പ്രായം തോന്നുന്നുണ്ട്. ഒരു മാറ്റമില്ല, നല്ല പ്രായം കണ്ടാൽ പറയുന്നുണ്ട്. പുള്ളിയുടെ പ്രായത്തിനൊത്ത പ്രായം പുള്ളിയെ കണ്ടാൽ പറയും. നല്ല ചെറുപ്പക്കാരനായിട്ടൊന്നല്ല പുള്ളി ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇത് ഇപ്പിടി പറഞ്ഞ് പരുവാക്കി. ഇക്കനെ കാണിക്കുക. ഏതെങ്കിലും കഥാപാത്രത്തെ കൊണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടോ സഹനടനെ കൊണ്ടോ സഹനടിയെ കൊണ്ടോ പറയിപ്പിക്കും. എന്തൊരു ഗ്ലാമറായത്. ഇതാണ് ഒരു സിനിമയിൽ, എല്ലാ സിനിമയിലും മടുക്കൂലേ ഇങ്ങനെ പറഞ്ഞിട്ട്. ഹക്കീം ഷാ ഉണ്ട്. ഹക്കീം ഷാ എന്ന് പറഞ്ഞ കോമഡി പീസ് കഥാപാത്രം. എന്തൊക്കെയോ കാണിക്കുന്നു.
അങ്ങനെ എന്നിട്ട് അക്കീം ഷാ പോരായിട്ട് മമ്മൂക്കയുടെ അച്ഛന്റെ പ്രായമുള്ള മമ്മൂക്കയെ ബ്രോ 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 എന്ന് പറഞ്ഞ് വിളിച്ച് ഉറപ്പിക്കാം. ബ്രോ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രായമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിന്റെ കൂടെ കച്ചറ സ്കോറ് കച്ചറ മേക്കിങ്, ഇതിങ്ങനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയ അരോചക പരിപാടി. ഓരോ കഥാപാത്രങ്ങളും മത്സരിച്ച് ഉറപ്പിക്കുക. അതിനിടയ്ക്ക് ഇക്കയുടെ ഫൈറ്റൊക്കെ ഉണ്ട്, വൃദ്ധി വിശാലൊക്കെ വരുന്നുണ്ട്, മറ്റേ ഡാൻസ് കളിക്കണ കൊച്ച്. എന്നിട്ട് പെട്ടെന്ന് ഇക്ക ഗ്ലാസ്സൊക്കെ വെച്ച് ഫൈറ്റ്. ഇക്കയുടെ ഫൈറ്റ് അറിയാലോ, ഇക്ക റോഡിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കും. അപ്പൊ അടികൊള്ളുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരണം, ഹെൽമെറ്റൊക്കെ വെച്ച് ആള് വരുന്നു, ഇക്ക ഇടിച്ച് പറത്തുന്നു. അങ്ങനെ ഓടി വന്ന് അടി വാങ്ങുക. കാരണം ഇക്ക അവിടെ തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യാം. അപ്പൊ ആൾക്കാർ ഓടി വരുമോ, അടി വാങ്ങുക. അതിനിടയ്ക്ക് മറ്റേ പരസ്പരം സീരിയലിലെ ബേക്കറി സൂരജൊക്കെ വരുന്നുണ്ട് അടി വാങ്ങാൻ. ഇക്ക ഇതിൽ ഭയങ്കര ബുദ്ധിമാനാണ്. ഇൻ എ സീക്രട്ട് മിഷൻ, ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ അന്നേരം പരിചയപ്പെട്ട ഒരു തന്നെ എടുത്തിരുന്ന് കഥ പറയുക. ഭയങ്കര കോൺഫിഡൻഷ്യലാണ്, ഇരുന്നങ്ങ് പറയുക, കഥ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. ഇക്ക അതിൻ്റെ ഗെയിമിങ്ങിന്റെ ബ്രില്യൻസും അതിന്റെ പാറ്റേണും ജോയ്സ്റ്റിക് പുരാണവും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബസ്സിൻ്റെ അകത്ത് തന്നെ ഫുൾ ടൈം ടെമ്പിൾ റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അമ്പലത്തിൽ പോയിട്ട് മറ്റേ റെസ്പിറേറ്ററി മാസ്ക് ഒക്കെ ഇട്ട് അടി ഉണ്ടാക്കുക, പൊടി മറ്റേ കളർ പൊടി വാരി എറിയുക. ഇങ്ങനെ നിരന്തരം ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ജീവിയം എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മമ്മൂക്കയും കാര്യമായിട്ട് എന്തൊക്കെയോ അക്കീം ഷാ എടുത്ത് പറയുന്നുണ്ട്. ഇതിങ്ങനെ കണ്ട് മനസ്സിലാക്കണം. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മെന്റലി വിട്ട് സംഭവം, ഇത് എന്താണ് ഇവർ ഉദ്ദേശിച്ച് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ കണ്ടിരിക്കൽ തന്നെ. ഗൗരി ശങ്കര ഫെയിം മുന്ന സൈമണൊക്കെ ഉണ്ട്. പിന്നെ ഇക്കയുടെ ഒരു മാസ് പരിപാടി, മാസം ഒരു ടവർ പരിപാടി കണ്ടിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഇക്ക എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നത്, കൈയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർ ഇങ്ങോറും ജോൺ വിക്ക് പോലെയൊക്കെ ഇക്കയാണ് ഇടയ്ക്ക് കാണിക്കുന്നത്. അപ്പോഴും ആൾക്കാർ ഇങ്ങോറും ഇക്ക എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഉദ്ദേശിക്കുന്നത് കൈയടിക്കാനും വിസടിക്കാനൊക്കെ, ആരും അനങ്ങുന്നില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവസ്ഥ ആലോചിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റർവെൽ പഞ്ചുണ്ട്, മറ്റേ ലൂസിഫറിലെ മറ്റേ നമുക്ക് ഒരേ ഒരു രാജുവേട്ടനല്ലേ പുള്ളിയുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എല്ല് കാണിക്കല്. എല്ലാത്തിലും എല്ലാണല്ലോ, മരത്തിന് മിന്നലടിച്ചാൽ എല്ല്, കുരിശ് മറിഞ്ഞു വീണ എല്ല്. അതുപോലെ ഇതിൽ ഇക്കയ്ക്ക് ഒരു മാസ് സീൻ കൊടുത്തിട്ടുണ്ട്. ഏതോ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി വീണപ്പോൾ മിഡിൽ ഫിംഗർ. അങ്ങനെ സഹനടനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇക്കയെ അരമണിക്കൂർ ഇടവിട്ടിട്ട് കുറച്ച് സമയം കാണിക്കും. ബാക്കി സമയം മുഴുവൻ മറ്റു കഥാപാത്രങ്ങളും ഗൗതം മേനോനും ടീമൊക്കെ തന്നെയാണ്. അങ്ങനെ പോകുന്ന സിനിമയ്ക്ക് സിനിമയുടെ ഇടയിലേക്ക് കഥ വരുന്നു. ഇക്ക എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കുകയാണല്ലോ. മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടനെ കാണിച്ചത് ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും അത് ഇനി സ്പോയിലറല്ല, ആറാട്ടനുണ്ട എന്ന മാസെണ്ണ നമുക്ക് ആവശ്യം കൊടുത്തിന് എണ്ണ. അങ്ങനെ ആറാട്ടണ്ണന്റെ ഒരു മാസ് സീൻ. മുഹമ്മദ് സലയൊക്കെ ഇടയ്ക്ക് വന്ന് അഭിനയിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബിനു പപ്പു ഉണ്ട്. പിന്നെ അവസാനമായപ്പോഴേക്ക് ഇക്ക എന്തൊക്കെയോ കാണിക്കുന്നു. ഇക്കയുടെ അതിമാരകമായ അഭിനയമാണോ അതോ എന്തോ ബാധ കയറിയതാണോ, ഇക്കയുടെ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇക്ക എന്തൊക്കെയോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവാർഡൊക്കെ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ ഇതുവരെ ഇക്ക കാണിക്കാത്ത എന്തോ ഒരു പരിപാടി ഇക്ക ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. സംവിധായകൻ GVP അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ഐശ്വര്യ മേനോൻ ഭയങ്കരമായിരുന്നു ഇതിനകത്ത്, ഭയങ്കര മാസും ക്ലാസ്സൊക്കെ ആയിരുന്നു. പിന്നെ സുമിത്ത് അറിയാലോ, ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെ അനിയനായിട്ട് അഭിനയിച്ച സിമ്രാന്റെ അനിയൻ, പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി എത്രയും പെട്ടെന്ന് പോയിട്ട് നോർത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണം. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സെൽഫുക് മാസ് ബസൂക്ക. ടോട്ടലി ഖലിയുടെ റിവ്യൂ കണ്ട് എനിക്ക് തോന്നിയത് പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കുറേ റിവ്യൂസും കണ്ടു, എല്ലാത്തിലും ഒരു ആവറേജ് അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പം പടം ഓടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഓടുമോ എന്ന് സത്യമായിട്ടും. കാര്യം ഇതിന് ഹൈപ്പ് വളരെ കുറവായിരുന്നു. പടത്തിന് ആവറേജ് റിവ്യൂ ആണ് വരുന്നത്. ഓടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൂടെ ഇറങ്ങി 2 പടങ്ങളുണ്ട്. എൻ്റെ ആലപ്പുഴ ജിംഖാനയ്ക്ക് വലിയ റിവ്യൂസൊന്നും കാണുന്നില്ല. മരണമാസനാണ് ഞാൻ കണ്ടുവന്ന് കുറച്ച് റിവ്യൂസിനകത്ത് കൊള്ളാമെന്ന് പറയുന്നത് കേട്ട്. ചിലപ്പം അത് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. ഇത്തവണ ബേസിലായിരിക്കും ക്ലിക്കാകാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം. ഓക്കെ, ബൈ.